ഈ മുണ്ടക്കൈ കോൺഗ്രസിന്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, അതിന്റെ ഭാവി എന്താണ്? അതിൻ്റെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ലാൻഡ് പൂർണ്ണമായിട്ട് ലാൻഡ് എടുത്തു കഴിഞ്ഞു. ആ ലാൻഡിനകത്ത് ചില അംഗീകാരങ്ങൾ വേണ്ടതുണ്ട്. ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്ലാനുമായി ബന്ധപ്പെട്ട അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി നീങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ലഭ്യമാകും. ഭൂമി പൂർണ്ണമായി എടുത്തു കഴിഞ്ഞു. അത് ലഭ്യമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. ഗുണഭോക്താക്കളെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവരാ ഗുണഭോക്താക്കൾക്ക് അത് നൽകുകയും ചെയ്യും. അല്ല, ഞങ്ങൾ 100 വീട് ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലഭ്യമായ പണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് സംവിധാനവും കാര്യങ്ങളും ആവശ്യത്തിന് പണം ഉണ്ടായിട്ട് പോലും നമുക്ക് ഇത്ര 176 വീടേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നമ്മളിത് പൂർത്തീകരിച്ചു കൊടുക്കുക. 100 വീടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മളത് അല്ല, അതിൻ്റെ വിശദാംശങ്ങളാണ് ജില്ലയുമായിട്ട് ബന്ധപ്പെടുന്ന സിദ്ദീഖ മിനിസ്റ്ററാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിൻ്റെ വ്യക്തമായ കണക്ക് അദ്ദേഹത്തിൻ്റെ അടുത്താണുള്ളത്. എത്ര കുടുംബങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞു, എത്ര പേർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. പക്ഷെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ, വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാ NOC ഉൾപ്പെടെ എല്ലാ അംഗീകാരവും കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ആരംഭിക്കും. അതിന് യാതൊരു തടസ്സവും ഉണ്ടാകും. അതിനകത്ത് അങ്ങനെ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായിട്ട് തോന്നും. പക്ഷേ ഞാനതുമായി ബന്ധപ്പെട്ടുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിന് പല കാര്യങ്ങളും, അവിടുത്തെ ലാൻഡിൻ്റെ കാര്യത്തിലുള്ള പല തീരുമാനങ്ങളും ഗവൺമെൻറ്റിന് പലപ്പോഴും എടുക്കാൻ കഴിയും. ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അങ്ങനെ പൊതുവായി ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ആരംഭിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ലാൻഡ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട്. ഒന്ന് ലാൻഡ് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്. പ്രശ്നങ്ങളില്ലാത്ത ലാൻഡ് വയനാട്ടിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ദൗത്യമാണ്. അപ്പോൾ ആ ലാൻഡ് കണ്ടെത്തി കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് കുറേ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹരിക്കാൻ സമയമെടുത്തു. നമുക്ക് സ്ഥലമെടുത്ത് ഒരു വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉൾപ്പെടെ പറയുക അതിന് അംഗീകാരമില്ല, ഇതിനെ വേണ്ടത്ര പ്ലാനിംഗ് ബോർഡിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പഞ്ചായത്തിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ എല്ലാം പഞ്ചായത്തിന് ലഭിക്കേണ്ട അംഗീകാരം ഉൾപ്പെടെ എല്ലാ ഭാഗത്തു നിന്നുള്ള അംഗീകാരം ലഭിക്കുന്നതിനും അല്പം കാലതാമസം എടുത്തു എന്നത് ശരിയാണ്. പക്ഷേ വീട് പണി ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അത് പൂർത്തീകരിക്കും.